വസുമതിക്ക് സ്ട്രോക്ക് ഉണ്ടായ വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. നമ്മളെ ഓരോരുത്തരെയും കരുതി, നമ്മുടെ സന്തോഷത്തെ കരുതിയ വസുമതി അക്കാര്യം നമ്മളെ അറിയിക്കാതിരുന്നത്. ആ മാന്യതയും മര്യാദയും നമ്മൾ തിരിച്ചങ്ങോട്ടും കാണിക്കണം. ഞാൻ പ്രീതിയും പാർക്കുട്ടിയെയും വസുമതിയുടെ അടുത്തേക്ക് അയക്കുക. അല്ല, പാറുവിന് അമ്മ പാറുവിനെയും പ്രീതിനെയും പറഞ്ഞയക്ക. എങ്ങോട്ട്? അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. വെട്ടിയിട്ടൊരു തടി പോലെ കോമയിൽ കിടന്നവളോ അവള്. അന്ന് ഈ പാറുക്കുട്ടീനെ ഒരു അച്ഛന്റെ അമ്മയുടെ സ്നേഹം കൊടുത്ത് വളർത്താൻ ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണോ കയ്യോ ഒന്നും പഴച്ചിട്ടില്ല. മുഴുപട്ടണിയിൽ പോലും. പിന്നെ ഈ പ്രീതി എങ്ങനെ എഴുന്നേറ്റിരുന്നാ? അപ്പ ഇല്ലാത്ത അവകാശികളൊക്കെ ഇപ്പൊ ഉണ്ടായത് പാറുകുട്ടിക്ക്. പ്രീതിയും പാറു അർജുനും എങ്ങോട്ടും പോകുന്നില്ല, അവരെങ്ങോട്ടും വിടുന്നുമില്ല. സമ്മതിക്കില്ല ശാലിനി, സമ്മതിക്കില്ല ഞാൻ. വിഷ്ണുട്ടാ, കൊടുത്തതിനൊന്നും കണക്ക് വെക്കരുത്. കോമാളിയാവേ. ശാലി, നമ്മളെങ്ങനെ പാറുവിനെ പിരിയ? നമ്മുടെ ഹൃദയ തുടുപ്പല്ലേ അവള്. അവളുള്ളോണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത് തന്നെ അല്ലേ? സത്യമേ, ഇതിപ്പോ നിർബന്ധമുള്ളൊരു കാര്യമല്ലല്ലോ. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും. പ്രീതിയും പാർക്കുട്ടിയും അങ്ങോട്ട് അയക്കാന്ന് ഞാൻ വസുമതിക്ക് കൊടുത്ത വാക്കാ. സത്യഭാമയുടെ വാക്കാരും തട്ടാറില്ല. നാട്ടുകാരും വീട്ടുകാരും ആരും. അത് സാരമില്ല. പ്രീതിയും പാർക്കുട്ടിയും അയക്കുന്നില്ല എന്ന് വെക്കാം. വസുമതിക്ക് എന്തു സംഭവിച്ചോട്ടെ, അത് നമ്മുടെ ആരുടെയും പ്രശ്നമല്ല. നമുക്കെല്ലാവർക്കും നമ്മുടെ സുഖവും സന്തോഷവും മാത്രം. അതാ പ്രധാനം. പ്രീതി, നീ കുഞ്ഞിനെയും കൊണ്ട് അകത്തു പോ. അമ്മേ, നിന്നോടാ പറഞ്ഞത് അകത്തേക്ക് പോകാൻ. വിവാഹ പന്തലിലേക്ക് അനുഗ്രഹിച്ച് അയക്കുമ്പോ ഒന്നേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ. വസുമതിയെ എന്നെ പോലെ, അതായത് സ്വന്തം അമ്മയെ പോലെ കരുതണമെന്ന്. ആ നിനക്കിപ്പോ വസുമതിയെ വേണ്ട. നിനക്ക് ഭർത്താവുണ്ട്, കുഞ്ഞുണ്ട്. അത് മാത്രം മതി. മറ്റൊന്നും നോക്കണ്ട, മറ്റാരെയും പരിഗണിക്കണ്ട. എടി, നിന്റെ തോളെ കിടക്കുന്ന ഒരു പെൺകുഞ്ഞാണെന്ന് ഓർക്കണം. ഇവളെയും നാളെ വിവാഹം ചെയ്ത് അയക്കും. അന്ന് നിനക്കും ഈ ഗതി വരാതിരുന്നാ മതി. എല്ലാവർക്കും അവരവരുടെ റൂമിലേക്ക് പോകാം. ഇവിടെ ആരും ഒരുങ്ങിക്കെട്ട് നിൽക്കണമെന്നില്ല.
അർജുൻ, സ്വന്തം അമ്മയേക്കാൾ വലുതായിട്ട് ആരുമില്ലടാ. നിനക്കത് ബോധ്യപ്പെടും, ഇന്നല്ലെങ്കിൽ നാളെ. സത്യാമ്മേ, പ്രീതിയും വസുമതി എൻ്റെ അടുത്തേക്ക് അയക്കുക ഇന്ന് തന്നെ. ശാലിനി, എടോ ഇയാൾക്ക് എങ്ങനെ മനസ്സ് വരുന്ന സമ്മതിച്ചു കൊടുക്കാൻ? എടോ എന്റെ മുഖത്തോക്കി പറ, എന്റെ മുഖത്തോക്കി പറ, അല്ലെങ്കിൽ സ്വന്തം നെഞ്ചത്ത് കൈവച്ച് പറ. തനിക്ക് പറ്റുമോ? വിഷ്ണുവേട്ടാ, പാറു നമ്മുടെ മോളല്ല. പ്രീതിയുടെ അർജുനേട്ടന്റെ മോളാ പാറു. പ്രീതി നൊന്ത് പ്രസവിച്ച കുഞ്ഞ്. ഞാനോ വിഷ്ണുവേട്ടനോ അവളുടെ ആരുമല്ല. ഒന്നുമില്ല, ആരുമല്ല. പാറു നമ്മുടെ ആരുമല്ല, ആരുമല്ല, ആരുമല്ല. അർജുൻ, പ്രീതി മോളെ വിളിച്ചു കൊണ്ടുപോക്കും. കുഴപ്പമില്ല. പ്രീതി, മോളെ ഇങ്ങതാ. കുഞ്ഞിനെ വാങ്ങ. അർജുൻ, കുഞ്ഞിനെ ഇട്ട് കരയിക്കാതെ പ്രീതിയും കൂട്ടി പോ. അർജുൻ, നിന്നോട് പ്രീതിയും കുഞ്ഞിനെ കൂട്ടി പോവാനാ പറഞ്ഞേ. പോവാ. ചിന്ത കയറ്.
പിള്ളേ ഇങ്ങോട്ട്. ശാലിനി എനിക്ക് വിലപ്പെട്ടതെല്ലാം ജഗദീപ് കുമാർ കവർന്നെടുത്തു എന്നാണ് അമ്മയെ പറയുന്നത്. കവർച്ചയും തേങ്ങാക്കൊലയൊന്നും അല്ലടി ഇവിടുത്തെ വിഷയം. നമ്മൾ അവനെ നമ്മുടെ വരുതിയിൽ നിർത്താൻ വേണ്ടിയല്ലേ ഈ കളിയൊക്കെ കളിച്ചത്. അതിനു പകരം നീ അവന്റെ കഷത്തിലേക്ക് തലവെച്ച് കൊടുത്തില്ലേ? ഞാൻ മനഃപൂർവ്വം ചെയ്താണോ അമ്മേ? എടി, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞു തന്നതാ നിനക്ക്. ആ സമയത്ത് കുറച്ച് ജാഗ്രത വേണമായിരുന്നു നിനക്ക്. നീ ബോധം കെട്ട് കിടക്കുന്ന സമയത്ത് അവൻ എന്തൊക്കെ ചെയ്തെന്ന് ആർക്കറിയാം? ആ, എന്ത് ചെയ്യാനാ അമ്മേ? ഒരു കുഴപ്പമില്ലെന്ന് ഞാനല്ലേ അമ്മയോട് പറയുന്നേ. എടി, അത് മാത്രമല്ലല്ലോ കാര്യം. നമ്മൾ അങ്ങോട്ട് പയറ്റാൻ തീരുമാനിച്ച അടവ് അവൻ തിരിച്ചിങ്ങോട്ട് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലോ? മനസ്സിലായില്ല. എടി, നിനക്കൊപ്പം അവന്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനല്ലായിരുന്നു നമ്മുടെ തീരുമാനം. അതെ. അതിനു പകരം അവൻ നിന്റെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടെങ്കിലോ? അങ്ങനെ ചെയ്യോ? ഒന്നുമില്ലേലും ചിറക്കൽ രാമേന്ദ്രന്റെ മോനല്ലേ അമ്മേ? ഇത്തരം കാര്യങ്ങളിലെ രാമചന്ദ്രന്റെ മോനും പ്രേമചന്ദ്രന്റെ മോനും ഒക്കെ ഒരുപോലെ തന്നെ അടി. അത് മാത്രമല്ല, നമ്മൾ വിചാരിച്ചത്ര വെടിപ്പല്ല കക്ഷി. ഇന്ന് രാവിലത്തെ അവന്റെ നിൽപ്പും നോട്ടവും നടപ്പും കൂട്ടത്തിൽ അവന്റെ ഉല്ലാസപ്പൂത്തിരി പാട്ടും ഒന്നും അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ, അത് പറഞ്ഞപ്പോഴാ ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായമ്മേ. എന്താടി? അതൊന്നും അല്ല. പിന്നെ ഇന്നലെ അമ്മയ്ക്ക് കല്യാണാലോചന നടത്തിയ അയാള്. സത്യാണോ? അതെ. ആകെ മൊത്തം ഒരു വശപ്പശ കാണല്ലോടി. അമ്മ പറഞ്ഞത് ശരിയാ. നമ്മള് ശരിക്കും പെട്ടു. അങ്ങനെ പെടണമെന്നുണ്ടെങ്കിൽ സരള വേറെ ജനിക്കണമെടി. തലയ്ക്ക് മീതെ വെള്ളം വന്നാ അതിനു മീതെ ഞാൻ തോണി ഇറക്കും. അമ്മ എന്താ ഉദ്ദേശിക്കുന്നെ? ജഗദീപ് കുമാറിന്റെ കാര്യത്തിൽ ഇനി മയക്കുപൊടിയും കൈവിഷവും ഒന്നുമില്ലടി. ഫൈനൽ പ്ലേ. അതിനൊരുങ്ങിക്കൊന്നേ. ശാലിനി, എന്താ നിനക്ക്? പങ്കജം വന്ന് വിളിച്ചപ്പോ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു. ആരെ കാണിക്കാൻ വേണ്ടിയാടി ഈ നാടകം? വിഷ്ണുവിനെയോ അതോ രാഘവേട്ടനെയോ?
പാറുക്കുട്ടി പോയതിന്റെ വേദന അല്ലേ? ദേ, നിന്റെ ഈ അഭിനയം എന്റെ അടുത്ത് വില പോകില്ല കേട്ടോ. നിന്നേക്കാളും വലിയ നടിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, നീ അല്ല. നിന്നേക്കാൾ വലിയൊരു പെരുങ്കളി ഞാൻ കണ്ടിട്ടേ ഇല്ല. എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ തരാന്ന് നീ എനിക്ക് സത്യം ചെയ്തതാ. അതിനുശേഷം നീ നിന്റെ വിഷ്ണുവേട്ടനും കൂടി അങ്ങ് തീരുമാനിച്ചു എന്നെ സൂത്രത്തിൽ അങ്ങ് പറ്റിച്ചു കളയാന്ന് അല്ലേ? കുഞ്ഞുണ്ടാകണമെങ്കിൽ അതിന് സമയം വേണമല്ലോ. എല്ലാം അറിയുന്നുണ്ടടി ഞാൻ. നീ ഇവിടെ എന്ത് ഗൂഢാലോചന നടത്തിയാലും അത് ഞാൻ അറിയും. ഏണി പോലും ഇല്ലാതെ ആകാശത്തു കൂടി പറക്കുന്ന പക്ഷിയെയും വിമാനത്തെയും വരെ പിടിക്കാൻ നീ മിടുക്കിയാണെന്നും എനിക്കറിയാം. കുഞ്ഞു പിറക്കാത്തതിന് പാറുക്കുട്ടി ഒരു മറ അല്ലടി. പാറു സ്വന്തം കുഞ്ഞെന്ന് പറഞ്ഞാൽ തീർന്നല്ലോ ബാധ്യതകളല്ല. ആ പേരും പറഞ്ഞ് നിനക്ക് കളക്ടറും ആകാം. ദേ, ആരാന്റെ കുഞ്ഞിനെ ഓർത്ത് മുതലക്കണ്ണീരൊഴുക്കി നീ സത്യഭാമയെ കാണിക്കണ്ട. ആ കുഞ്ഞിന്റെ അമ്മമ്മയെ ഞാൻ, നിന്നേക്കാൾ ആ കുഞ്ഞുമായി ബന്ധമുള്ളയാൾ. പെറ്റമ്മയേക്കാൾ ദുഃഖമൊന്നും പോറ്റമ്മയ്ക്ക് വേണ്ട. നീ ആ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹത്തിൽ തരുമെങ്കിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ വിഷ്ണുവിന്റെ ഒരു കുഞ്ഞിനെ എനിക്ക് താ. നോക്ക്, നീ ഭക്ഷണം കഴിച്ചില്ല എന്ന് കരുതി ഇവിടെ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. അവളുടെ ഒരു കള്ളക്കണ്ണീര്. എന്താ എടാ വിഷ്ണു, എടാ രോഹിതേ, പിള്ളേ ഭാമേ, ഒന്ന് ഓടി വാ. അമ്മേ, എന്താ എന്ത് പറ്റിയ? ഭാമേ, എന്താ എന്ത് പറ്റി? ഭാമ സ്റ്റെപ്പ് ചെയ്ത് വീണടാ. എന്നിട്ട് പറ്റിയോ? കാല് വേദനിക്കുന്നടാ. നോക്കണ്ടേ? നോക്കണം. സത്യമേ, ഒന്നുമില്ല. കാലിൽ നോക്കണം. രോഹിത് ഒന്ന് പിടിച്ചേ. എന്ത് പറ്റിയത്? അയ്യോ, എന്റെ കാല്. അമ്മ, എന്റെ പിടി. അയ്യോ, അങ്ങോട്ട് എടുത്തടാ. സൂക്ഷിച്ച്. ഇങ്ങോട്ട് എടുത്തടാ. എടാ, ഇങ്ങോട്ട് എടുത്തടാ. അവിടോട്ട് എടുത്ത്. ഇങ്ങോട്ട് എടുത്തടാ. ആകാശത്തിലോട്ട്. ഇങ്ങോട്ട് നോക്കട്ടെ. എവിടെയാ? ഇവിടെയോ? എന്തേലും ഉളുക്കിയതായിരിക്കും. ഞാനും കൂടി ചെന്നേക്കാം. അല്ലെങ്കിൽ പിന്നെ അവരെന്ത് വിചാരിക്കും? എടാ മക്കളെ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. രോഹിത്തെ കാറെടുത്ത്. ഓക്കെ. ഒന്നുമില്ലമ്മ. അമ്മേ, എഴുന്നേറ്റ് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വാ, ഞാൻ പിടിച്ചിട്ടുണ്ട്. സൂക്ഷിച്ച്. ഇങ്ങോട്ട് പാടും നോക്കി. ഒന്നുമില്ല അമ്മ. മക്കളെ സൂക്ഷിച്ച് സ്റ്റെപ്പ്. ശാലി, ഇയാളോട് കയറ്. രോഹിത്തെ, ഞാനും ശാലോടി പോയിട്ട് വരാം. ശരി. മക്കളെ ചെന്നാണ്ട് വിളിക്കണടാ. ആച്ചാ വിളിക്കാം. ശാലി ഇവിടെ കയറ്.
അവൾക്കൊന്നും വരത്തല്ലേ ഭഗവാനെ.